ഞാൻ എൻ്റെ ജീവിതത്തിൽ വിചാരിച്ചിരുന്നില്ല. കാരണം എൻ്റെ പിതാവിൻ്റെ ഏറ്റവും എൻ്റെയും അടുത്തൊരു സുഹൃത്തും എൻ്റെ പിതാവിൻ്റെ ഏറ്റവും അടുത്തൊരു ശിഷ്യനായിരുന്നു ശ്രീ PS പ്രശാന്ത്. പക്ഷെ PS പ്രശാന്ത് എന്ന് തൊട്ട് കോൺഗ്രസ് വിട്ടോ അന്ന് തൊട്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, എന്തിനാണ് പ്രശാന്തെ കോൺഗ്രസ് നിങ്ങൾ വിട്ടത് എന്നുള്ളത്. ഇതിൽ കൂടുതൽ ഒരു പ്രസ്ഥാനം നിങ്ങൾക്ക് എന്ത് ചെയ്തു തരും? ഒരു പ്രസ്ഥാനം എന്ത് ചെയ്തു തരും നിങ്ങൾക്ക്? അന്ന് തൊട്ട് ഞാൻ ചോദിക്കാനിരുന്ന ചോദ്യമാണ് ഇന്ന് ഈ ശബരിമലയിൽ നടന്ന സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ എനിക്ക് ശ്രീ പ്രശാന്തിനോട് ചോദിക്കാനുള്ളത്. അന്ന് തൊട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്ന് ഇത് തീരുന്നത്. എന്താ ഇന്നത്തെ ചോദ്യം? ഇന്നത്തെ ചോദ്യം പരിപാവനമായി ജനകോടികൾ കണക്കാക്കുന്ന ആരാധന കേന്ദ്രമായ ജനലക്ഷങ്ങൾ എല്ലാ ദിവസവും ആരാധിക്കുന്ന അയ്യപ്പന്റെ ശബരിമലയിൽ നിന്ന് സ്വർണം മോഷ്ടിക്കുവാൻ കൂട്ടുനിൽക്കുവാൻ പ്രശാന്തിന് എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കറിയാം, 22 മുതൽ ഈ സർക്കാരിനറിയാം ഇങ്ങനെ സ്വർണം കാണാനില്ല. അതിന് കാരണക്കാരൻ ആരാന്നും അറിയാം. അതേ ആളെ തന്നെ 25-ലും വിളിച്ചോണ്ട് വരികയാ. എന്തിനാ? ഇതിന് കൂട്ടു നിൽക്കാനല്ലേ? വീണ്ടും മോഷണത്തിന് വഴിയൊരുക്കാനല്ലേ? അതാണ് ഇവിടെ പ്രസക്തമായിട്ടുള്ള കാര്യം. ശ്രീ പ്രശാന്തിൽ നിന്ന് അത് പ്രതീക്ഷിച്ചില്ല. പ്രശാന്ത് എന്തെങ്കിലും ആദർശം, പക്ഷേ പ്രശാന്തിനെ അന്നത്തെ അയ്യപ്പ സംഗമത്തിൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവിടുന്ന് പുറപ്പെട്ടു, അവിടെ എത്തിയില്ല. മുഷ്ടി ചുരുട്ടുകയും ചെയ്തു, അയ്യപ്പന് ശരണം വിളിക്കുകയും ചെയ്തു. എന്താ പറയാ? പിന്നെ CPM എന്നോട്ടാണ് അയ്യപ്പനോട് സ്നേഹം എന്ന് എനിക്കറിയത്തില്ല. ഞാൻ 21-ലെ ഇലക്ഷന്റെ തലേദിവസം, ഇലക്ഷനൊന്നും ഞാൻ ചെയ്തിട്ടില്ല, റിസൾട്ട് വരുന്നതിന്റെ തലേദിവസം ഞാൻ എൻ്റെ പ്രൊഫൈൽ പിക്ചർ, ആദ്യമായിട്ടല്ല 3 or 4 പ്രാവശ്യം അതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, എന്റെ പ്രൊഫൈൽ പിക്ചർ അയ്യപ്പൻ്റെതാക്കി. അന്ന് വ്യാപക പ്രചരണം. CPM ഹാൻഡുകളിൽ നിന്ന് ഉമ്മൻചാണ്ടി BJP-യിലേക്ക് പോകുന്നു. ഉമ്മൻചാണ്ടി BJP, അയ്യപ്പൻ എന്നാ BJP അതെനിക്കറിയില്ല. പക്ഷെ അയ്യപ്പന്റെ ഫോട്ടോ ഇട്ടപ്പോ തൊട്ട് അങ്ങ് പറിച്ചില്ല ഉമ്മൻചാണ്ടി BJP-യിലോട്ട്. പക്ഷെ അയ്യപ്പ സംഗമം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, ഇപ്പൊ അയ്യപ്പൻ മാത്രമല്ല യോഗി ആദിത്യനാഥ് പോലും BJP ആയിട്ട് CPM കണക്കാക്കുന്നില്ല എന്നുള്ളത്. കാരണം യോഗി ആദിത്യനാഥിന്റെ പ്രസംഗമല്ലേ വാസവൻ സാറ് പ്രസംഗിക്കുന്നത്, വായിക്കുന്നത്. അദ്ദേഹം എത്താത്തപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാസവൻ സാറാ. വാസവൻ സാറിന് കൊട പിടിച്ചു കൊടുത്തത് പ്രശാന്തും. പക്ഷെ എനിക്കൊരു മനസ്സിലാവാത്തൊരു കാര്യം, അയ്യപ്പ സംഗമം നടത്തി. അയ്യപ്പ സംഗമം എവിടെയാ നടത്തിയേ? പമ്പയിൽ. കുമരകത്തെ ഗോകുലവും ടാജും ഒക്കെ ബുക്ക് ചെയ്തതിന് അയ്യപ്പന്മാർ അവിടെയാണോ താമസിച്ചേ? ഇവിടുത്തെ സാധാരണക്കാരായ അയ്യപ്പന്മാർ, ഞാൻ കഴിഞ്ഞ വർഷം പോയപ്പോ എനിക്കറിയാം എത്ര ബുദ്ധിമുട്ടിയാണ് മല കയറി പോകുന്നത്. ചെരുപ്പ് പോലും ഇടാതെ കയറി പോകുന്ന ജനലക്ഷങ്ങൾ. അവരെ കളിയാക്കുന്ന വിധം കോടിക്കണക്കിന് രൂപ അയ്യപ്പ സംഗമത്തിന് വേണ്ടി ഹോട്ടലുകൾ ബുക്ക് ചെയ്തു. 8 കോടി അനുവദിച്ചു, 3 കോടി കൊടുത്തു. ഇങ്ങനെ ഏത് പേരിലും ശബരിമല കൊള്ളയടിക്കാനാണ് ഈ സർക്കാരും PS പ്രശാന്തും നിൽക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എങ്ങനെയും കൊള്ളയടിക്കണം. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത കേട്ടു. എന്താ, 19-ൽ യുവതീ പ്രവേശനത്തിന്റെ കാലയളവിലാണ് ഇത് അഴിച്ചുകൊണ്ട് പോകുന്ന ഏതോ ന്യൂസ് ചാനൽ റിപ്പോർട്ട് ചെയ്ത.